നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഹരികൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി. നമ്മുടെ ഈ സത്സംഗത്തിലെ ഇന്നത്തെ സത്സംഗ കൃഷ്ണൻ കല്യാണ കൃഷ്ണനാണ് കേട്ടോ. എന്താ കല്യാണ കൃഷ്ണന്റെ രൂപം എന്നറിയോ? ഓടക്കുഴലെ കരയിൽ തിരികെക്കൊണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ എടുപ്പിലൊക്കെ കുത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാവല്ലേ, ഇതാണ് കല്യാണ കൃഷ്ണൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കല്യാണ കൃഷ്ണന് നമസ്കാരം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ സത്സംഗത്തിലെ ശ്രേഷ്ഠ ആചാര്യ സ്ഥാനത്ത് കല്യാണ കൃഷ്ണനെ സങ്കല്പിച്ചുകൊണ്ട് തുടങ്ങാല്ലേ. ഇന്ന് 2025 ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ഈ 2025 എന്ന വർഷത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലേ. നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒക്കെ കഥകൾ ഉണ്ടായിരിക്കും. കൂടുതൽ ആളുകളും നഷ്ടങ്ങളിലേക്കാണ് നമ്മളുടെ ഏറ്റവും വലിയ ഫോക്കസ് കൊടുക്കുക അല്ലേ. നേട്ടങ്ങൾ എത്ര ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാളും ഞാൻ ഇത്രയും സങ്കടപ്പെട്ടു എന്ന് പറയുന്നതാണ് ഒരു സിനിമ ഡയലോഗ് പോലെ. എത്ര നേട്ടങ്ങൾ ഉണ്ടായി എന്നല്ല, ഏത് നിമിഷം നഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുക എന്ന് പറയാറുണ്ട്. അങ്ങനെ ആവരുത് നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾ എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടോ. എനിക്കും 2025 ഒരുപാട് നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ ചേർന്നതായിരുന്നു കേട്ടോ. പക്ഷേ ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന രീതിയിലാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മൾ ഓരോരുത്തരെയും കൊണ്ടു നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എന്നെ കൊണ്ടു നടത്തിയ രീതി നോക്കുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നാറുണ്ട്. ഗുരുവായൂരപ്പൻ എത്ര വിദഗ്ധമായിട്ടാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചത്. എത്ര കാലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഭഗവാൻ ഇങ്ങനെ പ്ലാനിങ് ചെയ്യാൻ എന്നൊക്കെ ഓർത്ത് അത്ഭുതത്തോടു കൂടി ഭഗവാനെ നമസ്കരിച്ചു പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ 2025 തന്നെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾ തന്നെയാണ് കേട്ടോ. ഏതാണ്ട് 35,000-ലധികം പേരെ കൃഷ്ണാരിമിത്രങ്ങളായി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. കാരണം ആ ഒരു കൃഷ്ണാരിമിത്രത്തിൻ്റെ 35,000 ആവുന്നതിലേക്ക് എനിക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വിശ്വസിച്ചവർ എന്നെ കൂടെ നിന്ന് തന്നെ വിശ്വാസവഞ്ചന ചെയ്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവേണ്ടി വന്നതും അതെല്ലാം ഫേസ് ചെയ്തിട്ട് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു ആത്മധൈര്യം മനുവേട്ടനിലൂടെ ഗുരുവായൂരപ്പൻ തന്നതും എല്ലാം എനിക്ക് അത്ഭുതമാണ്. അത്ഭുതം 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 എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എല്ലാം നല്ലതിനായിരിക്കും, പക്ഷെ അത് നടക്കുന്ന സമയത്ത് നമുക്കറിയില്ല നല്ലതിനാണ് എന്നുള്ളത്. എന്നെ എന്താ പറയുക, എനിക്കിങ്ങനെ സംഭവിച്ചുല്ലോ, ഞാൻ ഇത്രയും വിഡ്ഢിയായി പോയല്ലോ, സ്നേഹത്തിൻ്റെ പേരിൽ ഞാനിങ്ങനെ ഒരുപാട് താഴ്ന്നു കൊടുത്തുല്ലോ, സങ്കടപ്പെട്ടുല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടമായിട്ടിരുന്ന് ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എല്ലാം ഗുരുവായൂരപ്പൻ വരുത്തിയതാണ്, അല്ലെങ്കിൽ എല്ലാം ഗുരുവായൂരപ്പൻ നിനക്ക് ഇങ്ങനെയാണോ വേണ്ടത് എന്ന് വിചാരിച്ചതാണ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും എല്ലാം ഇപ്പോൾ അടുത്ത റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു പാട്ടിലെ വരികളെ പോലെ തന്നെ ഇനി എന്താകിലും അത് ഭഗവാന്റെ ഹിതം പോലെയല്ലേ വരുള്ളൂ എന്ന് ചോദിക്കണ പോലെ എല്ലാം ഭഗവാന്റെ ഹിതമാണ്. അപ്പോൾ സുദാമാവ് പറഞ്ഞ പോലെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഇത്ര കാലം ജീവിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാമല്ലേ. ഇതിൽ വന്ന നന്മയും തിന്മയും എല്ലാം ഭഗവാൻ എന്താണോ തീരുമാനിക്കണത് അതുപോലെ നടക്കുള്ളൂ. തിന്മകൾക്ക് ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ കേട്ടോ. നമ്മളുടെ കർമ്മഫലം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ സൽക്കർമ്മങ്ങളിലൂടെ മാത്രം ഇനി വരുന്ന ദിവസങ്ങളെ, ഇനി വരുന്ന വർഷങ്ങളെ എതിരേൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ എപ്പോഴും അനുഗ്രഹദായകനായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 2026 വരവേൽക്കാം. ഏതാനും ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കാലൂന്നുകയാണ് അല്ലേ. ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ കൃഷ്ണ സാന്നിധ്യം തന്നെയാണ്. അതിനെന്താ വേണ്ടത് ചോദിച്ചാൽ ഇന്നും ഒരു അരമണിക്കൂറെങ്കിലും ഗുരുവായൂരപ്പനോട് നമുക്ക് മനസ്സ് തുറന്നത് സംസാരിക്കാം. ഇതിലൂടെ നമ്മൾ എന്താ ചെയ്യണേന്നറിയോ, നമ്മളുടെ മനസ്സ് വല്ലാതെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഏറ്റവും നന്നായിട്ട് പ്യുവറാക്കി വെക്കാം. കാരണം ഇന്നൊരു ദിവസം ഇപ്പോൾ രാത്രിയായി എന്ന് വിചാരിക്കുക, ഒരു 9 മണി, ആ ഒരു 9 മണി സമയത്ത് നമുക്ക് ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങാം.
ഇന്ന് ഉണ്ണി കൃഷ്ണ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടായി. എൻ്റെ കസിൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്ന ഇന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ എന്താണെന്നറിയോ, തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നമുക്കതൊരു പ്രേരണയായി മാറും. കാരണം നമ്മൾ വൈകുന്നേരമായ ഭഗവാനോട് പറയേണ്ടതല്ലേ. അപ്പം അതിലൊരു തെറ്റ് വരുത്തരുതല്ലോ എന്ന് നമുക്ക് തന്നെ സ്വയം തോന്നും. അങ്ങനെ നമ്മുടെ തെറ്റുകൾ കുറഞ്ഞു വരുന്നത് മാത്രമല്ല, ഓരോന്നും നമ്മൾ പറയുന്നതിലൂടെ അതിൽ അതിൽ അനുഭവിച്ച ആ ഒരു സങ്കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം ആരെങ്കിലും വന്നു നമ്മളോട് എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിച്ചാൽ അതിൽ വരുന്ന ആ ഒരു സങ്കടങ്ങളൊക്കെ ഈ ഭഗവാനോട് പറയുന്നതിലൂടെ അങ്ങനെ അങ്ങനെ നീക്കം ചെയ്യപ്പെടും. അപ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയും, മനസ്സ് നല്ല പ്യുവറായിട്ട് ക്ലിയർ ആയിട്ടിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ക്ലിയർ ആയിരിക്കുന്ന ഒരു മനസ്സിലേക്ക് ഭഗവാന് വരാൻ, ഭഗവാന് സാന്നിധ്യം ചെയ്യാൻ ഏറ്റവും എളുപ്പമായിരിക്കുന്ന തോന്നുന്നത്. അപ്പോൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ ജനുവരി 1-ാം തീയതി മുതൽ നമുക്ക് അങ്ങനെയും കൂടി ഒരു സെഷൻ വെച്ചാലോ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിരിക്കില്ലേ. ഉണ്ണികൃഷ്ണനോടൊപ്പം ഒരു അരമണിക്കൂർ ചിലവഴിക്കുക. നിങ്ങളിൽ പലരും ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷെ പലരും മനസ്സിൽ ഭഗവാനോ എന്താ പറയുക, നാമം ജപിക്കുക, തൊഴുക, നമസ്കരിക്കുക, ഇത് മാത്രം. അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്. നമുക്ക് പല ആളുകളും പല അമ്മമാരും എടാ ചെക്ക എന്നൊക്കെ ഉണ്ണികൃഷ്ണനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതൊക്കെ അവരവരുടെ അടുപ്പം പോലെ. നിങ്ങൾക്ക് അങ്ങനെയൊന്നും സാധിക്കുന്നില്ല എങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട. ഹരേ ഗുരുവായൂരപ്പ മഹാപ്രഭോ, ഇന്നെനിക്ക് അങ്ങയോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഏത് ലാംഗ്വേജിൽ ഭഗവാനെ സമീപിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഏത് സ്ലാങ്ങിൽ, ഏത് ലാംഗ്വേജിൽ, ഏത് ലെവൽ ഓഫ് എന്താ പറയുക ബഹുമാനത്തിൽ എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഭഗവാൻ സർവേശ്വരൻ, യോഗേശ്വരൻ, ശ്രീകൃഷ്ണൻ നമ്മുടെ സ്വന്തമാണ് എന്ന രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും കുറച്ചു നേരം ഭഗവാനോട് സംസാരിക്കാം. ഇതെൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സെഷൻ അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ വത്സലമ്മ എന്ന ഒരു ഭക്ത എന്നെ വിളിച്ചിട്ട് അമ്മയ്ക്ക് കരച്ചിൽ വന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, വാട്സപ്പിൽ അമ്മ എനിക്ക് മണ്ഡലകാലത്തിലെ നാമജപത്തിൻ്റെ അപ്ഡേഷൻ തന്നിരുന്നു. ഞാൻ നോക്കിയിരുന്നില്ല. ആസ് യൂഷ്വൽ വാട്സപ്പ് ഞാൻ നോക്കുന്നത് ഏകദേശം ഒരു 10 മെസ്സേജ് നോക്കി ഇങ്ങനെ വിടുക എന്നുള്ളതല്ല. എനിക്ക് അത്രയും സമയം കിട്ടുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ അമ്മയുടെ ആ മെസ്സേജ് ഞാൻ കണ്ടിരുന്നില്ല. അപ്പോൾ സവിത മോൾ എൻ്റെ മാത്രം എന്താ പറയുക നാമം ജപം കൗണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നത്. അങ്ങനെ ഞാൻ വത്സമ്മയെ മാറ്റി നിർത്തിയതല്ല. ഒന്നാമത്തെ കാര്യം, വത്സമ്മയ്ക്ക് കമൻറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ വത്സമ്മ അതുകൊണ്ടാണ് വാട്സപ്പിൽ എഴുതിയിട്ടത്. അപ്പോൾ അത് നോക്കിയില്ല. അപ്പോൾ എൻ്റെ നാമജപം അവിടെ കൗണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അമ്മ ഒട്ടും വിഷമിക്കരുത്. ആദ്യം തന്നെ ഞാൻ അമ്മോട് സോറി പറയുന്നു. ഒപ്പം അമ്മ ഒട്ടും വിഷമിക്കരുത്. ഈ സവിതയല്ലേ കണ്ടിട്ടില്ലാത്തുണ്ടാവുള്ളൂ. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ സമാധാനിക്കൂ. അമ്മയുടേതടക്കം പിന്നെ ഇന്നലെയും കുറേ എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. താഴെ കമൻറ്റായിട്ടും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതടക്കം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം 26 ലക്ഷത്തോളം നാമാണ് കേട്ടോ. അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയ ആൾക്കാർ അതുപോലെ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്തത് എല്ലാം കൂടി കൂട്ടിയിട്ട് 26 ലക്ഷത്തിലധികം നാമം വീണ്ടും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ പറഞ്ഞതിൽ അധികമായിട്ട്, ഇന്നലെ 69 തോന്നുന്നു ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ 26 ലക്ഷം കൂടി, ഏതാണ്ട് 1 കോടി നാമത്തോളമാണ് നമുക്ക് ഈ മണ്ഡലകാലത്ത് ജപിച്ചു ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചത്. അതിനി അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് 4.5 കോടി നാമമായി മാറാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാല്ലേ. ഇന്നത്തെ സെക്ഷൻ ഞാൻ ഇൻട്രോ തന്നെ ഇത്രയും പറഞ്ഞു പോയിട്ടോ, ക്ഷമിക്കൂ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് തുടങ്ങാം. ഇത്ര ചോദ്യങ്ങളാണ് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ പേര് സരിത എന്നാണ്. ഞാനിപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ കയ്യിലൊരു കുഞ്ഞു ഉണ്ണിക്കണ്ണൻ്റെ പാവയുണ്ട്. രാത്രി ഇപ്പോൾ അതും കയ്യിൽ വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. പക്ഷെ പീരീഡ്സ് ആകുമ്പോൾ കയ്യിൽ വെക്കാമോ? എൻ്റെ വിഷമങ്ങളെല്ലാം പറയുന്നത് ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് അന്ന് ആണ്. ഒന്ന് ഉത്തരം പറഞ്ഞു തരുമോ പ്ലീസ്? വെക്കാലോ. പീരീഡ്സ് ടൈമിൽ ഉണ്ണികൃഷ്ണനെ അടുത്തിരുത്താൻ പാടുമോ എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, നമ്മൾ പൂജ ചെയ്യുന്ന വിഗ്രഹങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ സ്വന്തം ഉണ്ണികൃഷ്ണനല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഗ്രഹത്തിൻ്റെയോ ഫോട്ടോൻ്റെയോ ഒന്നും ആവശ്യമില്ല പറയും. പക്ഷെ നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് അങ്ങനെ ഫോട്ടോ ഇല്ലാതെയും വിഗ്രഹം ഇല്ലാതെയൊക്കെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ആശ്രയിക്കാൻ, അല്ലേ?
അപ്പം ഇത് നിങ്ങളുടെ സ്വന്തം ഉണ്ണികൃഷ്ണനല്ലേ, അപ്പം നിങ്ങൾ കെട്ടിപ്പിടിച്ചിരുന്നോളൂ, ഒരു വിരോധവും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കണോണ്ട് എപ്പോഴും ശുദ്ധം പാലിക്കണം എന്ന് പറയുന്ന ഞാൻ തന്നെയാണ് ഇത് പറയുന്നത്. കാരണം ഒറ്റപ്പെട്ട അവസ്ഥയിലൊക്കെ ഗുരുവായൂരപ്പനല്ലാണ്ട് നമുക്ക് വേറെ ആരാ ഉള്ളതല്ലേ. നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം എൻ്റെ അച്ഛൻ മരിക്കുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും പൊലയും വാലായ്മയും തീർന്നു കിട്ടിയാൽ മതി എന്നായിരുന്നു. എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ വൈകിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ എവിടെയാ പോയാലും എൻ്റെ അച്ഛനെ കാണാൻ സാധിക്കുക, ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് എൻ്റെ അച്ഛൻ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിനെ കാണാൻ എനിക്ക് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരും എൻ്റെ അച്ഛൻ ഇല്ലാണ്ടാവുന്നത് എൻ്റെ 29ാമത്തെ വയസ്സിലാണ്. പക്ഷേ ഞാനെപ്പോഴും 2.5 വയസ്സുകാരിയാണ്. അച്ഛൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീലാണല്ലോ. അപ്പോൾ അന്ന് എനിക്ക് ഓടിച്ചെന്ന് എൻ്റെ ഗുരുവായൂരപ്പനോട് പറയാനാണ് തോന്നിയത്. അപ്പം അതേമാതിരി ഏത് സന്ദർഭത്തിലാണെങ്കിലും ഒറ്റപ്പെടലിൽ നമുക്ക് ഉണ്ണികൃഷ്ണൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തി ഞാൻ പീരീഡ്സ് ആകുമ്പോൾ എൻ്റെ കയ്യിൽ മോതിരം മാറ്റാറില്ല. എപ്പോഴും എൻ്റെ കയ്യിൽ ആ മോതിരം ഉണ്ടാവും. ഈ മോതിരം മാറ്റിക്കൊണ്ട് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതേപോലെയല്ലേ നിങ്ങൾക്കും ഉണ്ടാവുക. കയ്യിൽ വെച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് വിജയലക്ഷ്മി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നാരായണനാമം ജപിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏത് അമ്പലത്തിൽ ചെന്നാലും നാരായണനാമമാണ് നാവിൽ വരുന്നത്. അങ്ങനെ ചൊല്ലുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? എന്ത് ദോഷം? ഒരു ദോഷവും ഇല്ല. ആചാര്യൻ എപ്പോഴും പറയാറുണ്ട്, ഇരുമുടിക്കെട്ടു എന്തിട്ട് ശബരിമലയിലെത്തിയ ഗുരുവായൂരുകാരുണ്ടല്ലോ, നേരെ സ്വാമി ശരണമയ്യപ്പ എന്ന് പറയണതിന് പകരം കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ് പറയാന്ന്. അപ്പോൾ അത് നമ്മുടെ ശീലം കൊണ്ടാണെന്നേ. എല്ലാം ഒരു ചൈതന്യം തന്നെയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഭാവമാണ് എന്നുള്ളത് കൊണ്ട് ഉണ്ണികൃഷ്ണൻ വിചാരിക്കും നിനക്ക് അങ്ങനെയാണോ ഇഷ്ടം, എന്നാൽ അങ്ങനെയാവട്ടെ എന്ന്. വില്ലുമംഗലം സ്വാമിയാർ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. പഞ്ചാക്ഷരം കൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഭഗവാനെ സ്തുതിച്ചിരുന്നത്. പഞ്ചാക്ഷരം എന്ന് പറയുന്നത് നമശിവായ എന്ന മഹാദേവന്റെ മന്ത്രമാണ്. എന്നിട്ട് മഹാദേവൻ എന്താ നീലകണ്ഠനായിട്ട് ആ കർപ്പൂര കാന്തിയോട് കൂടിയിട്ട് തിരുജടയോട് കൂടിയിട്ട് ചന്ദ്രക്കലയോട് കൂടിയിട്ട് അങ്ങനെ മുന്നിലേക്ക് വരുമെന്നല്ല ചെയ്തത്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഓടി അങ്ങോട്ട് ചെന്നു. നമശിവായ എന്ന് ചൊല്ലുന്ന ആളുടെ അടുത്താണ് കുഞ്ഞുണ്ണികൃഷ്ണൻ ചെല്ലുന്നത്. എന്നാൽ സ്വാമിയാർ ചോദിച്ചു, ഞാനിപ്പോൾ അങ്ങനെയല്ലല്ലോ വിളിച്ചത്, ഞാൻ വിളിച്ചത് മഹാദേവനെ അല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങിപ്പോൾ എന്നെയല്ലല്ലോ വിളിക്കണേ, ഞാനിപ്പോൾ എന്തിനാ വരണേന്ന് ഭഗവാൻ വിചാരിച്ചു. അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ ഇത് അങ്ങനെയാണ്, എല്ലാം ഒരേ ചൈതന്യമാണ്. നമുക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ നമ്മൾ വിളിക്കുന്നു. അത് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ അങ്ങനെ അതിന് മറ്റൊരു ഉദാഹരണം ഒരു ആചാര്യൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആണ് കേട്ടോ. പക്ഷെ അദ്ദേഹം വീട്ടിലെത്തിയാൽ അദ്ദേഹത്തിനെ ജഡ്ജി അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീട്ടിലെ പണിക്കാരി വിളിക്കുക, ജഡ്ജി അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ വന്നിട്ട് ജഡ്ജി അദ്ദേഹം എന്നാണോ വിളിക്കുക? അല്ല, ഡാ മോനെ എന്നാ അമ്മ വിളിക്കുന്നുണ്ടാവുക അല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് ഒന്ന് കുട്ടികളുടെ അച്ഛാന്നോ അല്ലെങ്കിൽ ഏട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും ഔട്ടാവോ വിളിക്കുന്നുണ്ടാവുക. ഈ കുട്ടികൾ എന്താ വിളിക്കുന്നുണ്ടാവുക? അച്ഛാന്നാ വിളിക്കുക, അല്ലാതെ ജഡ്ജി അദ്ദേഹമേ എന്നല്ലല്ലോ വിളിക്കുക. ഇങ്ങനെ എന്ത് തരത്തിൽ വിളിച്ചാലും ആ വ്യക്തിക്കൊരു മാറ്റവും ഇല്ല. ആ വ്യക്തി തന്നെയാണ് അല്ലേ. അതേമാതിരിയാണ് അത്ര ഈശ്വരനെ ഏത് ഫോമിൽ വിളിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഭഗവാൻ ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെ ചെന്ന് നാരായണ എന്ന് വിളിച്ചാലും ആ ഈശ്വരന് ചിരി വരികയുള്ളൂ. ഞാനിടയ്ക്കുണ്ടല്ലോ നമ്മുടെ അയ്യപ്പസ്വാമി ഉണ്ടല്ലോ, ഗുരുവായൂർ അമ്പലത്തിലെ ഉപദേവതാ പ്രതിഷ്ഠ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ഭഗവതിയമ്മ അല്ലെങ്കിൽ ഗണപതിയുടെയൊക്കെ അവിടെ പോയിട്ട് ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? എന്താ പറയുക, കേശപാശധൃത പിഞ്ചിക വിദതി സഞ്ചലൻ മകരകുണ്ടലം എന്നൊക്കെയാവും ഞാൻ ചൊല്ലുണ്ടാവുക കേട്ടോ. അത് ചൊല്ലി ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് ഞാൻ പോവുകയും ചെയ്യും. കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞാൽ അല്ല അവിടെ ഞാൻ പറയാറുള്ളത് പറഞ്ഞില്ലല്ലോ, അത് പിന്നെ ചെല്ലാം. ഇത് കേട്ടു എന്ന് കരുതിയിട്ട് അവിടെ ഇരിക്കേണ്ട ഈശ്വരൻ കോപിക്കൊന്നുമില്ല കേട്ടോ. അത് എന്താ പറയുക, അദ്ദേഹം ചിരിച്ച് കേൾക്കുന്നുണ്ടാവും. ഇന്ന് നാരായണീയം കൊണ്ടാണോ സവിത വന്നിരിക്കണേ, എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അടുത്തതായിട്ട് ഓൺലൈനായിട്ട് താമ്പൂലം വഴിപാട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇന്ദിരാ സത്യൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പറ്റൂ കേട്ടോ.
അശോകൻ എന്ന ഭക്തൻ ചോദിച്ചിരിക്കുന്നത് ഉണക്കമുന്തിരി സമർപ്പിക്കുന്നതിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് കൊടിമരത്തിനടുത്താണോ വെക്കാൻ സാധിക്കുക? കൊടിമരത്തിന് അടുത്ത് വെക്കാം. അതല്ല നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് നാലമ്പലത്തിനകത്ത് തന്നെ സമർപ്പിക്കാൻ സാധിക്കും. പിടിപ്പണം മഞ്ഞപ്പട്ടിൽ കെട്ടി എവിടെയാണ് സമർപ്പിക്കാൻ പറ്റുക? ശ്രീലകത്ത് പറ്റുമോ എന്നാണ് അടുത്ത അദ്ദേഹത്തിൻ്റെ ചോദ്യം. ശ്രീലകമല്ല കേട്ടോ, നാലമ്പലം. എപ്പോഴും പറയാറുണ്ട് നാലമ്പലം. ശ്രീലകം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്ന അവിടെയാണ്. അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനമുള്ള ഏരിയയാണ്, നമ്മൾ ഭക്തർക്കുള്ളതല്ല. അപ്പോൾ അത് നാലമ്പലത്തിലാണ്. നാലമ്പലത്തിൽ സമർപ്പിക്കാം, കൊടിമരത്തിൻ്റെ അവിടെയും സമർപ്പിക്കാം. ഇത് നമ്മൾ പോകുന്നതിനനുസരിച്ചാണ്. നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് എപ്പോഴും പ്രവേശനം ഉണ്ടായിരിക്കില്ലല്ലോ. ചിലപ്പോൾ 7-8 മണിക്കൂർ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ സമർപ്പിക്കണം നിർബന്ധമൊന്നുമില്ല. കൊടിമരത്തിൻ്റെ ചോട്ടിൽ സമർപ്പിച്ചാലും മതി. എന്നിട്ട് നമ്മൾ എന്താ പറയുക, അകത്ത് കയറി വരിയിൽ നിന്ന് തൊഴാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അവിടെ എവിടെയായാലും സമർപ്പിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തതായിട്ട് അതുൽ പി നാഥ് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, എൻ്റെ അമ്മ പറഞ്ഞു ജ്യോതിഷപ്രകാരം എനിക്ക് നല്ല സമയമാണെന്ന്. ബട്ട് മനസ്സിന് ഇപ്പോൾ ഒരു വിഷമം അനുഭവിക്കുന്നു. അത് ഭഗവാന്റെ പരീക്ഷണമായിരിക്കുമെന്ന്. എന്തിനാ അതുലിനെ ഭഗവാൻ പരീക്ഷിക്കണേ? ഒട്ടുമല്ല. അതിൽ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ, അതായത് ആളുകൾ മരിക്കുക എന്നുള്ള വലിയ ദുഃഖങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂന്നേ. നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത ദുഃഖമില്ല കേട്ടോ. എങ്ങനെയാണ് നമ്മൾ വിചാരിച്ചാൽ ദുഃഖം മാറ്റും? ദുഃഖം എന്ന് പറഞ്ഞാൽ ആളുകളുടെ അഭാവമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കണേ. അതല്ലാതെ വരുന്ന എന്ത് പ്രശ്നങ്ങളും ഉണ്ടല്ലോ, നമുക്ക് ഉണ്ണികൃഷ്ണനോട് ഇങ്ങനെ തുറന്ന് സംസാരിച്ചാൽ മതി. അത് എവിടേക്കാണ് പോകണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പം ഇത്ര നേരം ഞാൻ എന്തിനാ അത്ര വിഷമിച്ചതെന്ന് തോന്നുന്ന തരത്തിൽ അത് മാറ്റിയെടുത്ത് തരും നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഉറപ്പാണ്. അതിൻ്റെ മനസ്സിൻ്റെ വിഷമം എന്താണെങ്കിലും അത് ഗുരുവായൂരപ്പനോട് ഇങ്ങനെ തന്നെ ഷെയർ ചെയ്യൂ കേട്ടോ. എനിക്കിതാ ഇന്ന കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ട് സന്തോഷമാവാൻ പറ്റണില്ല ഭഗവാനെ, അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ചോദിച്ചു നോക്കൂ. ചിരിച്ചുകൊണ്ട് ആ ഓടക്കോലും ഒന്നിങ്ങനെ ആട്ടിയിട്ട് പിറ്റേ ദിവസത്തേക്ക് പ്രശ്നമൊക്കെ മറന്നു പോകും. അതാണ് ഭഗവാൻ. അടുത്തതായിട്ട് ഷൈനി മോഹൻലാൽ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്, സവിത എൻ്റെ സംശയം തീർത്തു തരുമോ? ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടത്താമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും പരിഹാരം ഇതിന് ചെയ്യേണ്ടതുണ്ടോ? ഒന്ന് പറഞ്ഞു തരണേ എന്ന്. തീർച്ചയായിട്ടും പരിഹാരം ചെയ്യേണ്ടതുണ്ട്. എന്നാണോ ഗുരുവായൂരിൽ വരുന്നത് വരനും വധുവും കൂടി, അന്ന് ഇവിടെ വിവാഹം ഷീട്ടാക്കിയിട്ട് ഈ കിഴക്കേ നടയിലുള്ള മണ്ഡപത്തിൽ കയറി തുളസിമാല പരസ്പരം ധരിക്കാവുന്നതാണ് കേട്ടോ. അത് തന്നെയാണ് അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. മറ്റൊരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്കറിയില്ല. വീണ്ടും ഒരു തവണയും കൂടി മാലയിട്ടോട്ടെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചിട്ട് കേട്ടോ. അടുത്തതായിട്ട് ഗുരുവായൂരിൽ വരാൻ കഴിയാത്തവർ താമ്പൂലം വഴിപാട് ചെയ്യുന്നതിനെ പറ്റി പറയുമോ എന്നാണ് അശ്വതി അച്ചു ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബുക്ക് ചെയ്യേ വേണ്ടു കേട്ടോ. ഇവിടെ നടക്കും താമ്പൂലം വഴിപാട്, നിങ്ങളുടെ വകയായിട്ട് തന്നെ നടക്കും. അപ്പോൾ ബുക്ക് ചെയ്യാൻ മറക്കണ്ട. ഗുരുവായൂർ ദേവസ്ഥൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് വിദ്യ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ജീവിത പുരോഗതിക്ക് എന്ത് വഴിപാട് ചെയ്യണം? ജോലിയിൽ പുരോഗതിക്ക് എന്ത് വഴിപാട് ചെയ്യണം എന്നാണ്. ജോലി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും അഹസ് വഴിപാട് ഷീട്ടാക്കാവുന്നതാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. 3000 രൂപയാണ് അഹസ് ഷീട്ടാക്കാൻ വേണ്ടത്. ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ പൂജയിലും നിവേദ്യത്തിലും പങ്കാളിയാവുക എന്നതാണ് ഈ ഒരു 3000 രൂപയുടെ അഹസ് ഷീട്ടാക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഏത് ദിവസമാണോ അഹസ് നമ്മൾ ഷീട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് വരെയാണ് അത് ഷീട്ടാക്കാനുള്ള സമയം. ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ 2 ദിവസം മുമ്പ് വരെയാണ് അതിന് ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അഹസിൻ്റെ പ്രസാദം എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അതായത് പ്രസാദം ഷീട്ടാക്കി എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യ സാധനങ്ങളുമാണ് നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുക കേട്ടോ. ഇതിന് അതാത് സമയത്ത് വന്ന് വാങ്ങാൻ സാധിക്കും. ഇനി ജീവിത പുരോഗതിക്ക് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ബാണയുധം കൃഷ്ണനാട്ടം കളി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ജീവിത വിജയത്തിന് എന്നാണ് പറയാം. ഇനി നമുക്ക് എന്ത് തരത്തിലുള്ള പുരോഗതിയാണ് വേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ആത്മീയമായ പുരോഗതിയാണോ, അതോ മനസ്സിന് കുറച്ചും കൂടിയൊക്കെ ഒരു ധൈര്യമാണോ വേണ്ടത്, അതോ നമ്മളുടെ ഫിനാൻഷ്യൽ ചുറ്റുപാടാണോ നന്നാക്കേണ്ടത്? ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആരാ അറിയാവുന്ന ആൾ? ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഉണ്ണികൃഷ്ണ, എൻ്റെ ജീവിതം അങ്ങേക്കറിയാലോ, ഇന്ന രീതിയിലാണ്. എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാലോ, ഇന്ന രീതിയിലാണ്. ഇത് രണ്ടും കൂടിയിട്ട് സമാന്തരമായിട്ടാണ് പോകണം. ഒരിക്കലും ജോയിൻ്റ് ആവില്ല.
അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി ഒന്ന് കൂട്ടിമുട്ടിച്ച് തരാൻ പറ്റുമോ അങ്ങേക്ക് എന്ന് ചോദിക്കുക ഗുരുവായൂരപ്പനോട്. എന്നിട്ട് എല്ലാ ദിവസവും നാരായണീയത്തിലെ 82ാമത്തെ ദശകം ചൊല്ലി അങ്ങോട്ട് നമസ്കരിച്ചോളൂ. കുറേ പ്രാവശ്യം അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞാലേ മമ്മിയൂരപ്പന് തോന്നും, എന്താ ഗുരുവായൂരപ്പ, ഞാനും താനും തമ്മിലല്ല, അല്ലെങ്കിൽ ഞാനും അങ്ങും തമ്മിലല്ലേ ഒരു കരാറുണ്ടാക്കിയത്. ഈ ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ ഞാനും കൃഷ്ണനും ഒരുപോലെ വന്ന് അനുഗ്രഹിക്കാമെന്ന് അങ്ങ് എന്താ അനുഗ്രഹിക്കാത്തത് എന്ന് മഹാദേവൻ ചോദിക്കും. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുക, ശരിയാണല്ലേ, ഞാനും മഹാദേവനും തമ്മിൽ അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു അല്ലേ, അങ്ങ് അനുഗ്രഹിച്ചോളൂ എന്ന് പറയും ഗുരുവായൂരപ്പൻ. അപ്പോൾ മഹാദേവനോ രണ്ടുകൈയും നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ ജീവിതം പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ, ഒട്ടും സംശയമില്ല. നാരായണീയത്തിലെ 82ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ. അത് ജീവിത പുരോഗതിക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ന്യൂ ഇയർ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവർക്കും, കൃഷ്ണാരമിത്രങ്ങൾ എല്ലാവർക്കും വളരെ നല്ല ഒരു വർഷം മുന്നിൽ ഉണ്ടാവട്ടെ. ഏറ്റവും കൂടുതൽ തവണ ഗുരുവായൂരപ്പനെ വന്ന് കണ്ടു തൊഴാൻ സാധിക്കുന്ന ഒരു വർഷമാവട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും വേണ്ടതുപോലെ ഭഗവാൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും കൂടുതൽ നാമം ജപിക്കാൻ പറ്റുന്ന ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.